നമ്മൾ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കും. ഇതിൽ തന്നെ എത്ര ഉണ്ടെന്ന് അറിയാം. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആപ്ലിക്കേഷൻസ് നിങ്ങൾ ആവശ്യത്തിന് ഉപയോഗിച്ചോ, അതല്ല നമ്മളെ വിഷയം. നമ്മൾ ഫോണിൽ ഒരു ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നേരെ പ്ലേ സ്റ്റോർ പോവും, അവിടെ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഫോണിൽ അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാകുക. ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ പല വെർഷൻ ഫോണുകളുണ്ട്. എല്ലാ ആപ്ലിക്കേഷനും എല്ലാ വെർഷൻ ഫോണിലും അല്ലെങ്കിൽ എല്ലാ മോഡൽ ഫോണിലും എല്ലാ ആപ്ലിക്കേഷനും വർക്ക് ചെയ്യല. ചില ആപ്ലിക്കേഷൻ ചില ഫോണിൽ വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് നമ്മളെ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ പോരെ. അതിനെന്ത് ചെയ്യും? അതിന് പ്ലേ സ്റ്റോറിൽ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിച്ച ആപ്ലിക്കേഷൻ ഏതായാലും അത് നമ്മളെ ഫോണിൽ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള പ്ലേ സ്റ്റോറിലുള്ള ഒരു ഓപ്ഷൻ. അതെവിടെയാണുള്ളത്? നമുക്കതൊന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിന് ശേഷം നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഞാൻ ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാൻ എടുക്കുകയാണ്. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് താഴെ ഭാഗത്ത് എബൌട്ട് ദിസ് ആപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അതിൽ നമുക്കൊരു ഏറോ മാർക്കും കാണും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴേക്ക് പോവുക. താഴെ ഭാഗത്തേക്ക് പോയാൽ കോമ്പാറ്റിബിലിറ്റി ഫോർ യുവർ ആക്റ്റീവ് ഡിവൈസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ താഴെ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മോഡൽ ഉണ്ടാവും, ഈ ഡിവൈസിൻ്റെ മോഡൽ ഏതാണെന്നുണ്ടാവും. അതിനുശേഷം നമ്മളെ ഫോണിൽ ഇത് വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ള അതും ഇവിടെ കാണിക്കും. നമ്മൾ ഉപയോഗിക്കുന്ന ഈ മോഡൽ ഫോണിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ വർക്ക്സ് ഓൺ യുവർ ഡിവൈസ് എന്ന് കാണിക്കും. വർക്ക് ചെയ്യല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യലാന്ന് ഇവിടെ കാണിക്കും. പിന്നെ ആപ്ലിക്കേഷൻ ഏത് വെർഷനാണെന്നുണ്ടാവും. അതുപോലെ തന്നെ ആൻഡ്രോയിഡിന്റെ ഏതൊക്കെ വെർഷനിലാണ് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാന്ന് ഇവിടെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എടുത്ത് ഇവിടെ താഴെ ഭാഗത്ത് റിക്വയർഡ് OS എന്നുള്ളിടത്തിൽ ആൻഡ്രോയിഡ് 6 ആൻഡ് അപ്പ് എന്നാണ് കാണിക്കുന്നത്. അതായത് ആൻഡ്രോയിഡ് 6 മുതൽ മേലോട്ടുള്ള എല്ലാ വെർഷൻ ഫോണിലും ഇത് വർക്കാവുന്നു. അതേപോലെ നമ്മൾ എടുക്കുന്ന ഓരോ ആപ്ലിക്കേഷനും ഏതൊക്കെ വെർഷനിൽ വർക്കാവും ഇവിടെ കാണിക്കും. സംഭവം തിരിഞ്ഞിക്കോ. ഇനി പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇനിയും ചില ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് എന്നുള്ള ഒരു ഭാഗം ഉണ്ടാവും. അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷനെ പറ്റി ഓരോരുത്തരും അഭിപ്രായം ഇങ്ങനെ എഴുതിയിട്ടിട്ടുണ്ടാവും. പല അഭിപ്രായം ഉണ്ടാവും. നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. ഇതിനെപ്പറ്റി നല്ലതും മോശമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മളൊക്കെ അവിടെ വെക്കുക. ഇവിടെ ഫിൽറ്റേഴ്സ് എന്നുള്ള ഭാഗത്ത് മോസ്റ്റ് റിലവൻ്റ് എന്നുണ്ടാകുക. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ദിസ് ഡിവൈസ് മോഡൽ, അതായത് ഈ മോഡൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മോഡൽ ഫോണ് ഉപയോഗിക്കുന്ന ആൾക്കാരെ റിവ്യൂസ്, അവരെ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവും. നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ മോഡൽ ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ റിവ്യൂ മാത്രം നമുക്കിവിടെ കിട്ടും. ഇവർ ഇതിനെപ്പറ്റി നല്ലതാണ്, നല്ല അഭിപ്രായമാണ് പറയുന്നത്, നന്നായി വർക്ക് ചെയ്യുന്നൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചിലപ്പം റിവ്യൂസ് മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല, ഈ മോഡൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ നേരം നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാണ്ട് നിൽക്കാം. സംഭവം തിരിഞ്ഞിക്കോ. അപ്പോൾ ഈ രണ്ട് മെത്തേഡ് കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആപ്ലിക്കേഷൻസ് അതേതായാലും നമ്മളെ ഫോണിൽ വർക്ക് ചെയ്യോ ഇല്ലയോ എന്നറിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സംഭവം നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.